സിനിമ കണ്ടപ്പോൾ എത്ര വലിയ വെല്ലുവിളിയാണ് വിനായകൻ ഏറ്റെടുത്തത് എന്ന് തോന്നിപ്പോയി. മമ്മൂട്ടിയുടെ വില്ലനിസം, അർമാദിക്കുന്ന വില്ലനിസം, അതിൻ്റെ മുന്നിൽ നായകനായി പിടിച്ചു നിൽക്കുക എന്ന വെല്ലുവിളിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വിനായകൻ പിടിച്ചു നിൽക്കുക മാത്രമല്ല ചെയ്തത്, ഈ മമ്മൂട്ടിക്ക് ഒപ്പത്തിനൊപ്പം തന്നെ കഥാപാത്രം അവതരിപ്പിച്ച് കാണിച്ചു എന്ന് തന്നെ പറയാം. ജയകൃഷ്ണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷം വളരെ ഭംഗിയായി വിനായകൻ കൈകാര്യം ചെയ്തു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ കരുത്ത്. പോലീസിൻ്റെ ശരീരഭാഷ, അന്വേഷണ രീതികളെല്ലാം വിനായകൻ എന്ന നടൻ കൃത്യത പുലർത്തുന്നതാണ് കളങ്കാവലിൽ കണ്ടത്. ഒപ്പം അയാളുടെ 2 പെൺമക്കളുടെ അച്ഛൻ ചില ഘട്ടങ്ങളിൽ വേദനിക്കുന്നുമുണ്ട്. ഇനി ഈ സിനിമയിലെ മറ്റ് ചില കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാം. ഒരു ടേപ്പ് റെക്കോർഡർ, സിഗരറ്റ്, പിന്നെ മമ്മൂട്ടിയുടെ ആ കാറ്. മമ്മൂട്ടി സിഗരറ്റ് വലിച്ചു വിടുന്ന പുകച്ചുരുള് പോലും അഭിനയിക്കുന്നതായി ചിലപ്പോൾ തോന്നിപ്പോകും. ഒപ്പം കുറേ മനോഹരമായ വരകളുമുണ്ട് ഈ സിനിമയിൽ. പിന്നെ എടുത്തു പറയേണ്ടത് പശ്ചാത്തല സംഗീതവും ആ പാട്ടുമാണ്, ആ തമിഴ് ചുവയുള്ള മലയാളം പാട്ട്. ഇപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു പശ്ചാത്തല സംഗീതമാണ് ഈ സിനിമയ്ക്കുള്ളത്. എക്കോയുടെ സംഗീത സംവിധായകനായിട്ടുള്ള മുജീബ് മജീദാണ് കളങ്കാവലിൽ നമ്മളെ ഇങ്ങനെ സംഗീതം കൊണ്ട് പേടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗൂഢമായ സംഗീതം കൊണ്ട് നമ്മളെ പേടിപ്പിക്കുന്നത്.